ആദിനാദത്തിൻ്റെ ശബ്ദതരംഗത്തിന് പ്രപഞ്ചമണ്ഡലത്തിൻ്റെ യാസമുണ്ട്. സൗരമണ്ഡലത്തിൽ ജ്വാലകളാളുമ്പോൾ അതൊരു മന്ത്രധ്വനിയായി പ്രപഞ്ച സീമകളോളവും വ്യാപരിച്ചു കൊണ്ടേയിരിക്കുന്നു. കാലാതിവർത്തിയായ വിശ്വാസങ്ങളുടെ കർമ്മബന്ധാവിൽ ഒരു ജനതയുടെ വിശ്വാസവും സംസ്കൃതിയും സൃഷ്ടിച്ചെടുത്ത ക്ഷീരസാഗരത്തിൽ അലയടിക്കുന്നത് സമാനതകളില്ലാത്ത സമഭാവനയുടെ സഹവർത്തിത്വമാണ്. ചക്രവാളത്തിൻ്റെ അതിർവരമ്പുകളോളം കാലം വരച്ചു വച്ച ചിത്രലിഖിതങ്ങളിൽ ചരിത്രസ്മരണികയായി മലനടകളുണ്ടാകും. അതൊരു ഓർമ്മപ്പെടുത്തലാണ്. ഷടാധാര ബന്ധനങ്ങളില്ലാത്ത മൂർത്തിഭാവങ്ങളുടെ മൂർദ്ധതയും തനിമയും വിശ്വകൽപ്പനയും ലയിച്ചു ജ്വലിക്കുന്ന വിശ്വാസ സമാഹാരത്തിൻ്റെ സമാദരണീയമായ ഓർമ്മപ്പെടുത്തൽ. കാലത്തിൻ്റെ ഋതുവ്യതിയാനങ്ങളിൽ വർണ്ണവൈജാത്യവും വേഷപ്പകർച്ചയും ഇല്ലാതെ താൻ തന്നിലേക്ക് തന്നെ ഒരുമപ്പെടുന്ന ഗോത്രചിന്തയുടെ ഭാവങ്ങളും ഭാവനകളും വിഗ്രഹകൽപ്പനയില്ലാതെ വാതായനങ്ങളില്ലാതെ വിശ്വരൂപത്തെ വിശ്വാസചാലകത്തിലൂടെ രക്ഷാകവചമാക്കി ആശയും പ്രതീക്ഷയും സമർപ്പിച്ച് യുഗചിന്തകളില്ലാതെ യോഗ വഴികൾ തീർത്ത പ്രകൃതീശ്വരന്മാരുടെ പാവനതയും പവിത്രതയും പരമസായുജ്യമാക്കി ഇന്നും പുണ്യപ്പെട്ടു നിൽക്കുന്ന മലനടകളുടെ ചരിത്ര വഴിയിൽ കൈതക്കോട്ടു മലനട. ഇത് ആദ്യ ദ്രാവിഡ സംസ്കാരത്തിൻ്റെ ഒരു ഭാഗമാണ് ഈ മലനിര. ഇത് കൈതകുത്തി മലനിര എന്നാണ് അറിയപ്പെടുന്നത് പണ്ട്. പിന്നെ അത് കാലപ്പഴക്കത്തിൽ അത് ഈ പ്രദേശമെല്ലാം കൈതകളായി നിബിഡമായിരുന്നു. അങ്ങനെ കാലാന്തരത്തിൽ അത് കൈതക്കൂട്ടം എന്ന പേരിൽ അറിയപ്പെട്ടു. അത് പിന്നെ കൈതക്കോട്ട് അങ്ങനെ പറഞ്ഞത് കൈതക്കൂട്ട് മലനിരയായിരുന്നു. അതിന് മുമ്പുള്ള സംഭവം എന്ന് പറയുമ്പോൾ നമ്മുടെ മഹാഭാരത യുദ്ധത്തിന് സമയത്ത് അശ്വത്ഥാമാവിന് ആ പാണ്ഡവരെ കുഞ്ഞുകുട്ടികളെ മൊത്തം കൊന്നതിന് ശേഷം പുള്ളി തെക്ക് അഗസ്ത്യ കൂടെ മലയിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. ഇത് ദുര്യോധനൻ അറിയുകയും ദുര്യോധനൻ അദ്ദേഹത്തെ രക്ഷപ്പെടുത്താനായി പുറകെ വരികയായിരുന്നു. അങ്ങനെ കർണനും കൂടെ കൂടി. അങ്ങനെ പാണ്ഡവർ 5 പേര് ഈ കുരുക്കുന്ന് മല എന്ന് പറയുന്ന മലയിൽ വരികയും അവിടുന്ന് ഇവിടെ വന്നപ്പോൾ കർണൻ എവിടെ പോയാലും ശിവഭഗവാന്റെ ഒരു ആരാധകൻ കൂടി. അദ്ദേഹം ഇവിടെ തപസ് ചെയ്ത് ഇങ്ങനെ ഇരുന്നു. ദുര്യോധനൻ ഇവിടെ നേരെ തെക്കോട്ട് പലായനം ചെയ്യുകയായിരുന്നു. അങ്ങനെ പുള്ളി പോരവഴി ഭാഗത്തേക്ക് പോയി. അങ്ങനെ പോരുവഴി മലനിര എന്നറിയപ്പെടുകയും ഇവിടെ കൈതക്കോട്ട് മലനിര എന്ന പേരിൽ അറിയപ്പെട്ടു. ഇതാണ് ഈ മലയുടെ ചരിത്രം. ഒരുപാട് സവിശേഷതകളുണ്ട്. ഇവിടെ ജാതിയില്ല, മതമില്ല, വർണ്ണമില്ല. ആർക്കും അവനവൻ്റെ സങ്കടങ്ങൾ വന്നിവിടെ അപ്പൂപ്പൻ്റെ നടയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് സാധിച്ചു കിട്ടുന്ന അവരുടെ സങ്കടം മാറ്റിക്കൊടുക്കുന്ന ഒരു പ്രത്യേകത ഈ മലനടയ്ക്കുണ്ട്. അതുകൊണ്ട് ഹൈന്ദവരെക്കാട്ടിൽ കൂടുതൽ മറ്റ് സമുദായത്തിൽ മറ്റ് വിഭാഗക്കാരാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഭക്തരായിട്ട് വരുന്നത്. പിന്നെ ഇവിടുത്തെ തിരുവുത്സവം അത് മീനത്തിലെ 3-ാം വെള്ളിയാഴ്ചയാണ്. 3-ാം വെള്ളിയാഴ്ച ഇപ്പം ആദ്യം ഒരാഴ്ചത്തെ ഉത്സവമായിരുന്നു. അത് കാലക്രമേണ ശോഷിച്ചു. ഇപ്പം ഞങ്ങൾ വന്നതിന് ശേഷം അത് 3 ദിവസത്തെ പരിപാടികളായിട്ട് മാറ്റി. രാവിലെ 2 ദിവസം അന്നദാനം, രാവിലെ ക്ഷേത്ര ചടങ്ങുകൾ, ഉച്ചയ്ക്ക് അന്നദാനം, വൈകിട്ട് ദീപാരാധന, ക്ഷേത്ര ആചാരങ്ങൾ കാര്യങ്ങളെല്ലാം. 3-ാമത്തെ ദിവസം സമാപന ദിവസം. 3-ാമത്തെ ദിവസം അന്ന് രാവിലെ മുതൽ ക്ഷേത്ര ആചാര ചടങ്ങുകൾ കൂടാതെ തന്നെ ഘോഷയാത്ര, മറ്റൊരു ക്ഷേത്രമുണ്ട് അവിടെ നിന്ന് ഘോഷയാത്ര. അത് കഴിഞ്ഞിട്ട് ഇവിടുത്തെ പൂജാകാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും രാത്രി പരിപാടി, അതോടുകൂടി അങ്ങനെ ഒരു അവസാനമാണ്. പിന്നെ ഇവിടുത്തെ ഏറ്റവും
പ്രധാന വഴിപാടെന്ന് പറയുന്നത് അടുക്ക് എന്ന് പറയുന്ന ഒരു സംഭവമാണ്. ഈ അടുക്ക് അപ്പൂപ്പനെ നടയിൽ വെച്ചിട്ട് അവരോട് സങ്കടം പറയുക. പറഞ്ഞു കഴിയുമ്പോൾ അവർക്ക് ഫലം കിട്ടുന്നതുകൊണ്ട് ഇവിടെ ഒരു ദിവസം പോലും മുടങ്ങാതെ അടുക്കായാലും കലശമായാലും എല്ലാ കാര്യങ്ങളും നമുക്ക് ക്ഷേത്രത്തിലേക്കുള്ള എണ്ണയായ തിരി എന്ന് വേണ്ട ഇതെല്ലാം ഇവിടെ കിട്ടുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് വൃശ്ചികത്തിൽ 41 ദിവസം നമ്മൾ വായനയോടുകൂടിയുള്ള ചെറുപ്പുകൾ നടത്തുന്നുണ്ട്. അതിനും എല്ലാ ഭക്തരും, ഇപ്പം മറ്റു മതത്തിൽ ഞങ്ങളുടെ പേര് പോലും വെക്കരുത്, അത് ഞങ്ങളുടെ സമുദായത്തിൽ അറിഞ്ഞ പ്രശ്നമാണ് എന്നൊക്കെ പറഞ്ഞാൽ പോലും ആൾക്കാരുടെ വിശ്വാസം കൊണ്ട് ഇങ്ങോട്ടോട്ട് കാര്യങ്ങളെല്ലാം നടത്തിയിട്ടുണ്ട്. ഇന്ന് വരെ ഞങ്ങൾക്ക് ബാധ്യതകളുടെ മറ്റു പ്രശ്നങ്ങൾ. പിന്നെ ഇപ്പോൾ വന്ന് ഒരു ഹൈന്ദവ മേഖലയായിരുന്ന ഈ ഒരു ക്ഷേത്രത്തിൻ്റെ ഏകദേശം 4 ഭാഗവും മറ്റ് മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആൾക്കാരായതുകൊണ്ട് ഈ അടുത്തുള്ള ആൾക്കാർ കൂടുതലായിട്ട് വരുന്നില്ല. പക്ഷേ നമുക്ക് സാമ്പത്തികമായിട്ട് തന്നെ സഹായിക്കുന്നത് ഈ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ഭക്തജനങ്ങളുമാണ്. പക്ഷേ ദൈവത്തിൻ്റെ ഒരു കൃപ കൊണ്ട് ഇവിടെ ഇത്രയും വികസനങ്ങൾ ഇതിനേക്കാളും മോശമായിട്ട് ഒരു കാലഘട്ടത്തിൽ വസ്തുവകകളും ഒരുപാടുണ്ടായിരുന്നു. പക്ഷേ പിന്നെ അത് നശീകരണത്തിലേക്ക് വന്നു, ക്ഷയിച്ചു. പിന്നിപ്പോൾ ഒരു 2ാം ജന്മം എന്ന മാതിരി ഞങ്ങൾ ഒരു ഭരണസമിതി വന്നു. ഒരു 10 വർഷം കൊണ്ട് ഒരേ ഭരണസമിതി തന്നെയാണ് ഇവിടെ ഇരിക്കുന്നത്. ഞങ്ങൾ ഇപ്പോഴത്തെ വികസന കാര്യങ്ങൾ കുറച്ച് ചെയ്ത് ഇത്രയൊക്കെ ലെവലിലേക്ക് കൊണ്ടുവരാൻ ഞങ്ങളെ കൊണ്ട് സാധിച്ചിട്ടുണ്ട്. ആദിമകാലത്ത് ഒരുപാട് ഊരാളി, പിന്നെ മലയുടെ കണ്ടം, മലയടക്കുളം, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഈ മലയിൽ ആവിഷ്കൃതമായിട്ട് പഴയ ആൾക്കാർ കൊണ്ടാടിക്കൊണ്ടിരുന്നൊരു മലനിരയാണ്. അതോടൊപ്പം തന്നെ ഈ പീഠം, കർണൻ്റെ, അതിൽ അടങ്ങിയിരിക്കുന്നത് പഞ്ചമുഖത്തോടു കൂടിയ ഒരു ദേവീ സങ്കല്പമുണ്ടല്ലോ. 5 മുഖത്തോടു കൂടിയ ദേവിയാണെന്ന് പറയുന്നത്. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഈ മലയിൽ അടങ്ങിയതായിട്ട് പറയപ്പെടുന്നുണ്ട്. ഇതാണ് ഈ മലയുടെ